അപ്പോൾ നമ്മൾ ഇന്ന് വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാണ്, നമ്മുടെ ജീവിതത്തിൽ മൃഗങ്ങളും മനുഷ്യരും ഒരുപാട് സാമ്യമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത് നമ്മൾ ഒരു ആഘോഷം വരണമെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ദുബായിൽ നിന്ന് ഒരാൾ വരണമെങ്കിൽ അളിയൻ വന്നേ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കൊല്ലുന്ന കോഴിനെയാണ്. പക്ഷേ ദുബായിലുള്ള എല്ലാ ആൾക്കാരും കോഴിക്കറി കഴിച്ച് മതിയായിട്ട് വരണം. പക്ഷേ ഒരു സന്തോഷമായിട്ട് എല്ലാവരും കോഴിനെ കൊല്ലും. അതൊരു നമ്മുടെ മലയാളികൾ അല്ലെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ കോഴി കൊല്ലുക, സന്തോഷമായിട്ട് കഴിക്കുക, അതിൻ്റെ ഏറ്റവും വലിയ അനുഭവം. ഞാൻ ഒരു കാഴ്ചപ്പാടോടെ പറയണ്ട, കോഴിയെ കണ്ടുകൊണ്ട് പറയാം. ഒരു വീട്ടിൽ ഒരു കോഴി, ഒരു പെടക്കോഴി, ഒരു പൂങ്കോഴി, അതിന് കൂട്. ആ കൂട്ടിലേക്ക് പെടക്കോഴിക്ക് പോകാനുള്ളൊരു കൂട് വഴി, പൂങ്കോഴിക്ക് പോകാനുള്ളൊരു വഴി, 2 കൂടുണ്ടാ. പക്ഷേ അവിടെയും ഒരു എന്താ പറയുക, ഒരു പെണ്ണിനും ആണിനും റൂം തിരിച്ചേക്കാം. മൃഗങ്ങൾക്ക്, ജീവികൾക്ക് വരും അത് തിരിച്ചിട്ടേക്കാം. എന്നിട്ട് ഈ പൂങ്കോഴി തന്നിട്ട് പറയാം, നേരെ പൂങ്കോഴി പെടക്കോഴി നോക്കിക്കാ, എൻ്റെ ചേട്ടൻ വരണ്ടല്ലോ നോക്കി പൂവിനെ. ഈ പൂങ്കോഴി കുറേ തൊണ്ട കൊണ്ട് മാത്രം കണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കോഴിയുടെ ചലനം ഇവിടെയാണ്, കണ്ണും കലക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിശേഷം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലുന്നതും വിൽക്കുന്നതും ആഘോഷവും എല്ലാം ഒരു കോഴിയിലൂടെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കഥ, ഈ വീട്ടിലെ കോഴി വിഷു ദിനത്തിൽ പെടക്കോഴി പറയാ, ചേട്ടാ നാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ഈ പൂങ്കോഴി പറയാണ്, നാളെ വിഷുവാണ്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വന്നാൽ ഒരു പക്ഷേ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല. ഗസ്റ്റ് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗസ്റ്റ് വരാതിരുന്നാൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഇതൊരു മൃഗത്തിൻ്റെ മൃഗം എന്ന് പറയാൻ പറ്റില്ല കോഴീനെ, പക്ഷെ ഒരു അവസ്ഥ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ പറഞ്ഞത്. അങ്ങനെ ഓരോ വിഷു ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് വിഷുക്കണി കണ്ടു. പിന്നെന്താ പറയുക, ഇന്ന് നമ്മൾ കുറച്ച് പടക്കം ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ചാലക്കുടി പുഴയുടെ തീരത്താണ്. ഈ വിഷുക്കണി ദിനത്തിൽ ഒരു കാര്യം, ഇത് ഡെന്നീസാണ്. ഡെന്നീസിനെ പരിചയപ്പെടുത്താം. എൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഒരു ക്രിക്കറ്റ് കോച്ചിങ് അക്കാദമിയിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് മുന്നേ ഞാനൊരു 4 വർഷം മുന്നേ ബാംഗ്ലൂർ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയി. ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിൽ അവിടെ തന്നെയുള്ള വലിയ വലിയ എന്താ പറയുക സെലബ്സിൻ്റെ അടുത്തൊക്കെ ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തെങ്കിലും അതൊന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ചാലക്കുടി പോയി മണിച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കും. മണിച്ചേട്ടൻ വളരെ എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാൾ ആണ്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ചാലക്കുടി വരുമ്പം ഒരാളെ പോലും എനിക്ക് പരിചയമില്ലായിരുന്നു, ഒരാളെ പോലും പേഴ്സണലായിട്ട് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മേനോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ പോയി നോക്കുകയാണ്, മണിച്ചേട്ടനൊന്ന് പോയി, ഓക്കെ മോനെ നമ്മൾ നോക്കാം എങ്ങനെയാണ് നീ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആശൻ ചേട്ടനെ കണ്ടു, ഇവിടെയുള്ള ടിൻഡു ഭായിനെ കണ്ടു, 2-3 പേരെ മാത്രം കണ്ടു. അപ്പം മണിച്ചേട്ടൻ മലേഷ്യയിലൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയേക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ മോനെ നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ. അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ട് പോയി. അപ്പോൾ അതിന് ശേഷം എന്നെ ഒന്ന് കാണുക പോലും ചെയ്തിരുന്നില്ല അന്ന് മണിച്ചേട്ടൻ. അപ്പോൾ ഓക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്നാൽ പിന്നെ ഈ പയ്യന് ചെയ്യാം. അങ്ങനെ എന്നെ നേരിട്ട് മണിച്ചേട്ടൻ വിളിച്ചു. അത് ഓഗസ്റ്റ് 15 എൻ്റെ എന്താ പറയുക, ഇന്ത്യക്ക് സാധനം കിട്ടിയ ദിവസം. എനിക്ക് എന്താ പറയുക മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന്. അന്നാണ് നേരിട്ട് മണിച്ചേട്ടൻ വിളിച്ച് പറയണം, ഓക്കെ മോനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ നീ എന്നെ വന്ന് മീറ്റ് ചെയ്യും, നമുക്ക് വേണ്ട എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാനിവിടെ വന്നു. ഓണത്തിനൊക്കെ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ പറയുക അടിപൊളിയായിട്ട് ഇവിടെ ഓണമൊക്കെ കൊണ്ടാടി. അതിനുശേഷം മണിച്ചേട്ടൻ എന്നെ ഒക്കെ ബാംഗ്ലൂർ സെൻഡ് ചെയ്ത് ഇപ്പം ഞാനൊരു ട്രെയിനിങ്ങിൽ ആണ്. ഇപ്പോൾ 4 മാസമായി ഓൾറെഡി. അപ്പോൾ ഇനി ഒരു 6 മാസം കൂടെ കഴിഞ്ഞ ഒരു സെലക്ഷൻ ഉണ്ട് കർണാടക സ്റ്റേറ്റ് ടീമിൻ്റെ. അപ്പം അതിൽ പെർഫോം ചെയ്ത് അങ്ങനെ ഹയർ ലെവലിലോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വരും അല്ലേ? നമ്മുടെ എല്ലാവരും, നമ്മുടെ ഈ കൈരളി ചാനൽ കാണുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഈ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവൻ നന്നായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുക, അത്രമാത്രമുള്ളൂ. അപ്പം നമുക്കിന്ന് വിഷു കൊണ്ടാടാം. ഓക്കെ, ആടണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം എൻ്റെ കഥ നീയൊന്ന് കെട്ടിടണം. ആടണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം എൻ്റെ കഥ. പച്ചപനന്തത്തെ പൂന്നല പൂമുല്ല പൂന്നല്ലിം പൂങ്കരളെ എന്നോമല പൂന്നല പൂങ്കരളെ,
ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചു വാഴത്തൊപ്പിലൊന്നു വാ പൊൻകരളെ, എന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ. പാടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. ആടണം പാടണം എനിക്കിന്ന് പാടി കുടിക്കണം, കേക്കണം കേക്കണം എൻ്റെ കഥ നീയൊന്ന് കേട്ടിടണം. പച്ച പനന്തത്തെ പുന്നര പൂമുത്തെ പൂനെല്ലിയും പൂങ്കരളെ, എന്നോമന പുന്നര പൂങ്കരളെ. ഉച്ചയ്ക്ക് നീ എൻ്റെ കൊച്ചു വാഴത്തൊപ്പിലൊന്നു വാ പൊൻകരളെ, വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ.